വീടിൻ്റെ പുറകുവശത്തായി കിടാവിനെ കെട്ടിയിരുന്നത്. അവിടെ നിന്ന് തിന്നു അതിൻ്റെ എല്ലും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവർ ആരും അറിയിക്കണ്ട, ഞങ്ങൾ നല്ല പൈസ തരാം, അല്ലെങ്കിൽ നല്ല പ്രതിഫലം തരും, അതുകൊണ്ട് നിങ്ങൾ ആരും അറിയിക്കണ്ടെന്ന്. പട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ജനലിൽ കൂടെ ഇതിലെ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിയപ്പോൾ പുലി ഓടുന്ന കണ്ടായിരുന്നു. പക്ഷെ ഒരു കറുത്ത കളറിൽ ഓടുന്ന ഉണ്ടായിരുന്നു. പട്ടിന്റെ കഴുത്തിലൊക്കെ നഖം വെച്ചിട്ട് മാന്തിയ പാടും. അതിൻ്റെ എവിടെയോ തട്ടി, ശക്തമായിട്ട് ആ ടയറിന് തട്ടി വണ്ടി അവിടെ തന്നെ അങ്ങ് മറിഞ്ഞു. അപ്പോൾ കാല് വണ്ടിയുടെ അടിയിൽ പെട്ടുപോയി. നേരിട്ട് കണ്ടോ പുലിനെ? പുലി ഒരൊറ്റ ചാട്ടം ചാടി വണ്ടിക്കിട്ട് തട്ടി ഞാൻ മറിഞ്ഞവിടെ വീണല്ലോ. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി താഴോട്ട്. വണ്ടിക്കിട്ട് തട്ടിയില്ലേ? ആ, വണ്ടി തട്ടി മറിയേ ചെയ്തു. വരുമ്പം ഇതിനെ ഈ കിടാവിനെ വലിച്ച് ഇതിൻ്റെ മേലെ കയറ്റി വെച്ചിരിക്കണേ. അപ്പോൾ ഈ ഏരിയയിൽ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 10-14 പുലിയുടെ ആക്രമണങ്ങൾ ഒരു 4-5 മാസത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ. ഇവിടെ തന്നെ താഴെ ഒരു ആടിനെ ആദ്യം കൊന്നു, അത് കഴിഞ്ഞിട്ട് ഒരു പശുക്കിടാവിനെ പിടിച്ചു, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോഴി 10-20 കോഴിച്ചഞ്ച് കോഴീനെ ഒരുമിച്ച് പിടിച്ചു. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മൂപ്പനാട് നല്ലന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ, ഒരു 2-3 ആഴ്ചകൾക്ക് മുന്നേ ഞാനൊരു പുലി പട്ടീനെ പിടിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിനോട് ഒരു 2 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഒരു സ്ഥലമാണ് നല്ലന്നൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ രാത്രിയിൽ പുലി ഇറങ്ങുകയും ഒരു പശുക്കിടാവിനെ പിടിക്കുകയും അതുപോലെ തന്നെ 2 പട്ടികളെ ആക്രമിക്കുകയും അതുപോലെ തന്നെ ഒരാളുടെ ബൈക്കിന് കുറുകെ ചാടി അയാൾ ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീണ് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ പുലിശല്യം ഈ ഒരു ഭാഗത്ത് വളരെയധികം കൂടുതലാണ്. നിങ്ങൾക്ക് ഈ ഒരു പുറവശമൊക്കെ കണ്ടാൽ അറിയാം. ഇവിടെ മൊത്തം തേയിലത്തോട്ടവും തേയില മറ്റു കാര്യങ്ങളും മാത്രമുള്ളൊരു പ്രദേശമാണ്. കൂടുതൽ കർഷകരും ഒക്കെയാണ്. വിംസ് ആശുപത്രിയുടെ ഒരു സൈഡായിട്ട് വരും. അപ്പോൾ ഏതായാലും നമുക്കിനി ആ ഒരു സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഈ ഒരു വീട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് പൗലോസ്. ഇന്നലെ രാത്രി എത്ര മണിയായപ്പോഴാണ് സംഭവം ഉണ്ട്? സംഭവം ഒരു 12 മണി കഴിഞ്ഞ് 12:10 ആയപ്പോഴാണ് തൊഴുത്തുനിന്ന് ഭയങ്കര ഒച്ചപ്പാട്, ഭയങ്കര കൂട്ടക്കരച്ചിൽ കേട്ടു. തൊഴുത്തിന്ന്? ആ, തൊഴുത്തുനിന്ന്. ഞാൻ വീണ്ടും അപ്പോൾ കറണ്ട് പോയായിരുന്നു. കറണ്ട് സാധാരണ ഒരു 2 വർഷമായിട്ട് ഫുൾ ലൈറ്റ് ഇട്ട് വെക്കലാണ് തൊഴുത്തിൽ. പെട്ടെന്ന് ലൈറ്റ് ഇട്ട് വെക്കും. ഇപ്പോൾ ഇന്നലെ ആ സമയത്ത് കറണ്ട് പോയിരുന്നു. അപ്പോഴാണ് ഒരു 12:10 ഉണ്ടാകും. അന്നേരം കൂട്ടക്കരച്ചിൽ കഴിഞ്ഞു. ഞാനും മോനും കൂടെ ഓടിച്ചെന്നു. ടോർച്ച് എടുത്ത് ഓടിച്ചെന്നപ്പോഴേക്കും ഇത് ആ കിടാവിനെ പിടിച്ചു ആ ഭിത്തിയിലേക്ക് വലിച്ച് കയറ്റി ഞങ്ങളെ കണ്ട് ആ ടോർച്ചിൽ കൊണ്ടുപോയി ഇട്ട് അങ്ങനെ തന്നെ ചാടി അങ്ങോട്ട് ഓടിപ്പോയി. ഒരു 3 മിനിറ്റ് കഴിയുന്ന മുമ്പ് ആ തൊട്ട് താഴെ ഒരു വീടുണ്ട്. തൊട്ട് പറഞ്ഞാൽ ഇവിടുന്ന് 2ാമത്തെ വീട്. 2ാമത്തെ വീട്ടിൽ അവിടെ ഒരു പട്ടീനെ പോയ പോക്കി തന്നെ ആ പട്ടീനെ പിടിച്ചു. അതിൻ്റെ അപ്പോൾ അവിടുന്ന് ആട് കരയണ പോലെ കേട്ടത്. അപ്പം ഉടനെ തന്നെ ഫോണിൽ വിളിച്ച് വെച്ചപ്പോൾ പറഞ്ഞാൽ പട്ടീനെയാണ് പിടിച്ചത്. അതിന് കൊണ്ടാൻ പറ്റിയില്ല, അതും കടിച്ച് മുറിയൊക്കെ ആക്കി പോയി. അതുപോലെ തന്നെ തൊട്ട് അയൽവക്കത്തുള്ള ആൾ 9:15 പുള്ളിയായിട്ട് പച്ചക്കറിക്കട അറിയണമാണ് റിപ്പറിൽ. അപ്പോൾ കട അടച്ച് വരുന്ന വഴിക്ക് ഇവിടെ ഒരു മരത്തന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുനിന്ന് പുള്ളി വരെ പെട്ടെന്ന് ഇത് മുന്നിൽ ചാടി. പുള്ളി പേടിച്ച് എല്ലാം കൂടെ വീണു, പരിക്ക് പറ്റി. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇപ്പോൾ വീട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇത് തുടർച്ചയായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഏരിയയിൽ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 10-14 പുലിയുടെ ആക്രമണങ്ങൾ ഒരു 4-5 മാസത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ. ഇവിടെ തന്നെ താഴെ ഒരു ആടിനെ ആദ്യം കൊന്നു, അത് കഴിഞ്ഞിട്ട് ഒരു പശുക്കിടാവിനെ പിടിച്ചു, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോഴി 10-20 കോഴിച്ചഞ്ച് കോഴീനെ ഒരുമിച്ച് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെപ്പറ്റ ഒരു പശുക്കിടാവ്, ഒരു ആട്, തൊട്ടടുത്ത് ഇതേപോലെ കോഴി. ഇവിടെ തെനവരം വയലിൽ ജനവാസ കേന്ദ്രം 5 സെൻറ്റിന് 10 സെൻറ്റ് നിറച്ച് വീടുള്ള സ്ഥലമാണ് തെനവരം കോളനി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ 2 പശുക്കിടാക്കളെ ഈ അടുത്ത് തന്നെ പിടിച്ചു. അന്നൊക്കെ ഫോറസ്റ്റുകാർ പറഞ്ഞു വെച്ചാൽ അത് ആരും അറിയിക്കണ്ട, കാരണം നമ്മളിവിടെ മാത്രമാണ് ഇത് ഇഷ്യൂ ആക്കുന്നുള്ളൂ, പ്രശ്നമാക്കുന്നുള്ളൂ. പുറത്തേക്ക് ബാക്കിയുള്ളതൊക്കെ വെച്ചാൽ ആരെയും അറിയിക്കണ്ട, ഞങ്ങളതിന് നല്ല പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ആരെയും അറിയിക്കാതെ. അതുകൊണ്ടാണ് കൂടുതൽ വിഷയങ്ങളുണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ ആരെയും അറിയിക്കണ്ട. അവിടെ ഫസ്റ്റിൽ ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരാളുടെ പശുക്കിടാവിനെ പിടിച്ചു കൊന്നു. അവിടുന്ന് തന്നെ തിന്നിട്ട് പോയി. തിന്ന് പുറത്താണ് കെട്ടിയിരുന്നത്. വീടിൻ്റെ പുറകുവശത്തായി കിടാവിനെ കെട്ടിയിരുന്നത്. അവിടുന്ന് തന്നെ തിന്നു അതിൻ്റെ എല്ലും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവർ ആരും അറിയിക്കണ്ട, ഞങ്ങൾ നല്ല പൈസ തരാം, അല്ലെങ്കിൽ നല്ല പ്രതിഫലം തരും, അതുകൊണ്ട് നിങ്ങൾ ആരും അറിയിക്കണ്ടെന്ന്. അത് അറിഞ്ഞു വന്നിട്ട് പിന്നെ അവർ തന്നെ പറഞ്ഞ് ഞങ്ങൾ നല്ല പ്രതിഫലം തരുന്നത് നിങ്ങൾ ആരോടും പറയണ്ടെന്ന്. അത് അറിഞ്ഞു കേട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു വെച്ചാൽ അത് റേഞ്ചർ നേരിട്ട് വിളിച്ചിരുന്നവരെ ആരും അറിയിക്കണ്ടെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ അറിയിക്കാതിരിക്കുന്ന വിഷയമാണ്. കാരണം ആൾക്കാർക്കൊരു ജാഗ്രത ഉണ്ടാകണല്ലേ. പെട്ടെന്ന് ഇതിൻ്റെ മുന്നിൽ പോയി ആൾക്കാർ വരാതെ അറിയിക്കാന്ന് പറഞ്ഞാൽ അറിഞ്ഞാലല്ലേ സംഭവിക്കുള്ളൂ. ഇങ്ങനെ ഒരു നേരത്തെ മുൻകൂട്ടി ഒരു ജാഗ്രതയോടെ ആൾക്കാർക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇതല്ല, അവരത് പറയുന്നത് വെച്ചാൽ ആരെയും അറിയിക്കണ്ട, ഞങ്ങൾ അതിന് നല്ല കോമ്പിനേഷൻ തരാമെന്ന് പറഞ്ഞത്. അതാണ് ഏറ്റവും വിഷയം ഉണ്ടാവുന്നത്.
നഷ്ടപരിഹാരം തരാമെന്നല്ലേ? ആ ഇത് തന്നെ ഇന്നലെ രാത്രി 12 മണിക്ക് തന്നെ അവരെ വിളിച്ചു. ഇത് സംഭവം ഉണ്ടായി ഉടനെ വിളിച്ച് പറഞ്ഞു ഇതാ ഞങ്ങൾ വരിക എന്ന് പറഞ്ഞു. ഇവിടെയാട്ടോ ആ സംഭവം ഉണ്ടായത്. ഈ ഒരു പശു ഫാമിലാണ്. ഇവിടെ ആടും പശുവൊക്കെ ഉണ്ട്. ആ സൈഡിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കുമല്ലോ ഒരു പക്ഷേ ആ പശുവിനെ പിടിച്ചേ. അവിടുന്ന് കയറിയത് അല്ലെങ്കിൽ ആടിനെ കൊണ്ടുവന്നല്ലേ? ഇതിലെ വന്നെങ്കിൽ ആടിനെ പിടിച്ചേനെ. അതിലെ കയറി അവിടുന്ന് ചാടി കയറി ചെയ്തത്. അതെ അങ്ങോട്ട് ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ കാണുന്നത് വെച്ചാൽ ഇതിനെ ഇവിടെ ഒന്ന് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇത് പൊക്കി ഇത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തൂങ്ങി കിടക്കുക ഈ ക്രാവ്. വരുമ്പം ഇതിനെ ഈ ക്രാവിനെ ഈ വലിച്ച് ഇതിൻ്റെ മേലെ കയറ്റി വെച്ചിരിക്കണേ. ഇതിൻ്റെ മുകളിൽ കയറ്റി. ഇവിടെ രോമം കണ്ടോ? ഇതുണ്ടോ ക്രാവിൻ്റെ രോമൊക്കെ? സാധനം ഇതെന്ത് ചെയ്താൽ ഞങ്ങളെ കണ്ട പാടെ തന്നെ ഇത് അങ്ങോട്ട് ചാടി. അതുകൊണ്ട് ഇവിടെയൊക്കെ രോമമുണ്ട്. അങ്ങോട്ട് ചാടി. ഇവിടെ ശരിക്കും അതിൻ്റെ കാൽപ്പാട് അതാ കാണുന്നത് കണ്ടോ? വലിയ കാൽപ്പാടാണ്. അത്രയും ഭയങ്കര വലിപ്പമുള്ള പുലിയാണ്. വലിയ പുലിയാ. കടുവല്ല പുലി തന്നെയാണ്. കണ്ടോ അത്ര വലിപ്പമുണ്ടെന്ന് നോക്കാം അതിൻ്റെ കാൽപ്പാട്. ഒരു കാല് ഇവിടെയായിരുന്നു. അതിന്റെ അത് മഴ പെയ്ത് പോയത്. അത് മൂടിയിട്ടുകൊണ്ടാണ്. ഇപ്പുറത്ത് ഭയങ്കര വലിപ്പമുള്ള പുലിയാണ്. ഈ ഗ്രാമിനടുത്ത് ഒറ്റയടിക്ക് ഇതിന്റെ മേലെ അടിക്കുക. അതിന്റെ മേലെ അതേപോലെ നേരെ അങ്ങോട്ട് പോയി അവിടെ ഒരു വീടുണ്ട്. ആ തെങ്ങ് കിണറ് കുറച്ച് അപ്പുറത്തായിട്ട് നേരെ ആ വീട്ടിൽ പോയ പോക്കല പട്ടീനെ പിടിച്ചു. അത് ആ പട്ടീനെ പിടിച്ചാൽ അത് ഒരു വരാന്തയിൽ കയറിയിട്ടാണ്. ഈ വരാന്തയിലാണ് ആ പട്ടി കിടന്നത്. അതിനകത്ത് കയറിയിട്ടാണ് ഇതിനെ പിടിക്കുന്നത്. ഇപ്പോൾ രാവിലെ പാലൊന്നും കുടിച്ചില്ല. അതുകൊണ്ടോ കുറച്ച് കഴുത്തേൽ പല്ലിറങ്ങിയിട്ടുണ്ടോ? പല്ല് ഇതുണ്ട്. ഇവിടെ ശരിക്കും ഉണ്ടായിരുന്നു. നന്നായിട്ട് നീര് വെച്ചിട്ടുണ്ട്. കണ്ടോ നീര് വെച്ചതായിരിക്കുക. അതേമാതിരി ഇതാ മുതുകത്ത് ഇതുണ്ട്. അതിൻ്റെ നഖം തട്ടി മുറിഞ്ഞതാണ്. ഇത് പാലൊന്നും കുടിക്കുന്നില്ല. ഭയങ്കരമായിട്ട് നീര് വെച്ചിട്ട് ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടേ പൊതുവെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പശുക്കിടാവിന് ക്ഷീണമായിരിക്കും. പിന്നെ ക്ഷീണം മാത്രമല്ല ഇത് വളരെ അപൂർവമായിട്ട് രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞത്. കാരണം ഇതെന്താ വെച്ചാൽ ഈ പെട്ടെന്ന് വെറ്ററിനറി ഡോക്ടറെ കാണിച്ചോ? ഡോക്ടർ വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തതാണ്. ആൻറ്റിബയോട്ടിക്കും ഇതൊക്കെ ചെയ്തതാണ്. രക്ഷപ്പെടാൻ വളരെ ചാൻസ് കുറവായിരിക്കും. കാരണം വെച്ചാൽ എന്താ പറയുക അത്രയും ബാക്ടീരിയ ഉണ്ടാവും അതിൻ്റെ ഇതിലാണ് പറഞ്ഞത്. ഈ കണ്ണ് തന്നെ എന്തോ ഒരു ഇതായിക്കണേ. കണ്ണിനൊരു വീക്കുണ്ടല്ലേ? ഒരു കണ്ണിനല്ലേ? ഒരു കണ്ണിന്. ഈ കണ്ണ് ഒരു എന്തോ ഒരു അപ്പുറത്തെ മാതിരിയല്ലല്ലോ ഈ കണ്ണ്. വ്യത്യാസമല്ലേ? അതെ അതെ. അത് ഇപ്പം ഇന്ന് വന്ന വ്യത്യാസമാണ്. ഞാൻ ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ. നല്ല ഒരു ഇതായിരുന്ന ഗ്രാമം. നല്ല സ്പോട്ടായിരുന്ന ഗ്രാമം. ഫോറസ്റ്റുകാർ എന്താ പറഞ്ഞ അവസാനം? ഫോറസ്റ്റുകാർ ഇപ്പോൾ വൈകുന്നേരം അവിടെ 12 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ട് സർവ്വകക്ഷി യോഗം കുടിച്ചിരുന്നത്. ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, റേഞ്ച് ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടി 2 ദിവസത്തിനുള്ളിൽ കൂട് വെക്കാമെന്നൊരു തീരുമാനത്തിലെത്തിക്കണം. അതിന് എന്താ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാകണം. ആ കമ്മിറ്റി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ വെക്കാമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് അങ്ങനെ കൂടി വെപ്പിക്കാന്നുള്ളത്. പക്ഷെ ഇതിന് മുന്നിങ്ങനെ കൂടെ കൊണ്ടുപോയി വെച്ചിട്ട് അന്ന് തന്നെ പുലി കുടുങ്ങിയതാണ് ഇവിടുന്ന്. അത് മൊത്തം ഫോറസ്റ്റ് കൊണ്ടുപോയി വിട്ടതാണ്. ഇതിന് മുന്നേ പുലിനെ പിടിച്ചിട്ടുണ്ട് ഇവിടെ? ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. പിടിച്ചുകൊണ്ടുപോയി മുത്തങ്ങ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. നമ്മളിനി അടുത്ത ഒരു ചേട്ടൻ ഇന്നലെ രാത്രി പുലിയുടെ മുമ്പിൽ പെട്ട് ബൈക്കിൽ നിന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയും അതുപോലെ തന്നെ ആ പട്ടീനെ പിടിച്ച വീട്ടിൽ വന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തോന്നല്ല പിടിച്ചതാണ് ഇവിടെ കയറി പോകുന്നില്ലേ? അതുകൊണ്ടോ അവിടെ ഒരു എന്തിനായിട്ട് അവിടെ കഴിച്ചിട്ടുണ്ട്? കഴിച്ചതല്ല, അവിടെ ഒരു ഉണ്ട്. അല്ലേ? ഇത് ഈ മഴ വീണുകൊണ്ട് കൃത്യമായിട്ട് അറിയുന്നില്ല. അതെ അതെ അതെ. ഇതിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. കയറി പോകുന്ന കാണുന്നുണ്ട്. ആ ബൈക്കിൽ നിന്ന് വീണ ആ ചേട്ടൻ്റെ അടുത്തേക്ക്. ഈ വീടാ? ഈ വീട്. നമ്മളിപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? PK ജോസ്. ഇന്നലെ രാത്രി എത്ര മണിക്കായിട്ടോ സംഭവം ഉണ്ടായത്? ഞാൻ സാധാരണ 9 മണിക്കാണ് കട അടച്ച് പോരുന്നത്. അതുപോലെ ഇവിടെ എത്തിയപ്പോൾ 9:15 ഈ സ്പോട്ടിലെത്തുമ്പോൾ. അപ്പോൾ നേരിട്ട് കണ്ടോ പുലിനെ? പുലി ഒരൊറ്റ ചാട്ടം ചാടി വണ്ടിക്കിട്ട് തട്ടി ഞാൻ മറിഞ്ഞവിടെ വീണല്ലോ. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി താഴോട്ട്. വണ്ടിക്കിട്ട് തട്ടിയില്ലേ? വണ്ടി തട്ടി മറിയേ ചെയ്തു. അല്ലേ? അല്ലാണ്ട് ഞാൻ ഈ സാധനം
സാധനം നിൽക്കണതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് പിടിക്കുമല്ലോ. അതെ അതെ അതെ. ഇത് വണ്ടി അല്ല ഇത് ചാടിയപ്പോൾ അതിൻ്റെ എവിടെയോ തട്ടി ശക്തമായിട്ട് ടയറിന് തട്ടി വണ്ടി അവിടെ തന്നെ അങ്ങ് മറിഞ്ഞു. അപ്പോൾ കാല് വണ്ടിയുടെ അടിയിൽ പെട്ടുപോയി. വണ്ടിയുടെ അടിപ്പെട്ടല്ലേ? എന്തൊക്കെയാ പരിക്കുള്ളത്? പരിക്ക് കാലിന് ഇപ്പോൾ പൊട്ടുണ്ടോ? കാലിന് പൊട്ടല്ല മിസ്ന, ഇത് ഇവിടെ മുട്ടിനും പിന്നെ വിരലിൻ്റെ ഒക്കെ തൊലി പോയി. പിന്നെ കൈ ഈ വണ്ടിയൊക്കെ പൊന്തിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ കൈയുടെ ഷോൾഡറിന് അപ്പോൾ അത് നീർക്കിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണല്ലേ? ഫോറസ്റ്റുകാർ വന്നായിരുന്നോ? ഫോറസ്റ്റുകാർ ഇവിടെ ഈ ഇത് കഴിഞ്ഞിട്ട് ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്തുള്ള വീട്ടിൽ ഈ പുലിയുടെ ആക്രമണം ഉണ്ടായി. പശുക്കുട്ടിയെ പിടിക്കുകയും പട്ടിയെ പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരറിയിച്ചതനുസരിച്ച് ഫോറസ്റ്റുകാരിവിടെ വന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ സൊസൈറ്റി ചെന്നപ്പോൾ ഇവർ അറിഞ്ഞപ്പോഴാണ് എനിക്ക് പറ്റിയ കാര്യം പറഞ്ഞത്. അങ്ങനെയാണ് ഇവർ എൻ്റെ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ അറിഞ്ഞില്ല. രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ വന്നതുകൊണ്ട് ഇവർ ഞങ്ങളെ ഹോസ്പിറ്റലിലാക്കി. ഫോറസ്റ്റുകാർ അവരെ എന്താ ഇതിൻ്റെ ചികിത്സ ചെലവ് എടുത്തോളാന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ബില്ല് അടച്ചത് ഞങ്ങൾ തന്നെയാണ്. 5000 രൂപയോളം ചിലവ് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഇതിന് മുന്നേ ഇങ്ങനെ പുലിനെ കണ്ടിട്ടുണ്ട്? പല പ്രാവശ്യവും ഉണ്ടല്ലോ. ഈ പുലിയിലെ ചുറ്റിപ്പറ്റി നടക്കാൻ വേണ്ടിയിട്ട് കുറേ കാലമായി. നമ്മുടെ തറവാടിൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് കിടന്ന് ഉറങ്ങാനായിട്ടൊക്കെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ കുന്നേൽ. അത് ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ. അതിനുശേഷം ഇവിടെ കോഴികളെ പിടിച്ചെന്നൊക്കെ പറഞ്ഞു ഒരാഴ്ച മുമ്പ്. അന്നും ഫോറസ്റ്റുകാരൊക്കെ വന്നിട്ട് പോയതാണ്. പിന്നെ അതിന് മുന്നേ ആടുകളെ പിടിച്ചിട്ടുണ്ട് ആ കുന്നിൻ്റെ ചെരുവിലൊക്കെ. പല പ്രാവശ്യം ഈ പുലി ഇവിടെ വന്നുകൊണ്ടായിരിക്കുന്നു. വേറെ നമ്മളിപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ആദ്യത്തെ ആ പശുക്കിടാവിൻ്റെ ഉടമസ്ഥൻ സംസാരിച്ച കാര്യങ്ങളും കേട്ടു. ഇതുപോലെ ഭയങ്കര ഭീതിയിലാട്ടോ അവിടെ ജനമുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഒത്തിരി കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പലരും ഇത് റിപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടെന്നൊക്കെ നിർദ്ദേശം കിട്ടിയതുകൊണ്ട് അവർ പുറത്തേക്ക് അറിയിച്ചില്ല എന്ന് മാത്രം. അപ്പോൾ ഏതായാലും വളരെ ഭീകരാവസ്ഥയാണ്. ഒരു പശുക്കിടാവിനെ പിടിക്കുന്നത് അവർ നേരിട്ട് കണ്ടു. അതുപോലെ തന്നെ ഇന്നലെ രാത്രി തന്നെ ഈ നമ്മളിപ്പോൾ കണ്ട ആ ചേട്ടനെ അദ്ദേഹത്തിൻ്റെ ബൈക്കിൻ്റെ മുമ്പിലേക്ക് പുലി കുറുകെ വന്ന് ചാടി പുലിക്കെട്ട് തട്ടി അദ്ദേഹം മറിഞ്ഞു വീണു. അപ്പോൾ അത് പുലി ഇപ്പോൾ ഒരു സ്ഥിരം സാന്നിധ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥമുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രത്തോളം ഭീകരമായ സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ഏതായാലും നമുക്കിനി ആ ഒരു പട്ടീനെ ആക്രമിച്ച ആ ഒരു സ്ഥലത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. പുലി ആ പട്ടീനെ പിടിച്ച ആ ഒരു വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട പശുവിനെ പിടിച്ച വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള വീടാണ്. ഇവിടെ 2 സൈഡും ഏലത്തോട്ടമാണ്. നമ്മൾ ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പേരെങ്ങനെയാ? ത്രേസ്യാമ്മ. ഇന്നലെ രാത്രി എത്ര മണിക്കാ പുലി വന്നേ? 12 മണി ആയിട്ടുണ്ടാവും. 12 മണിയാ? ആണോ? പട്ടീനെ എങ്ങനെയാ കഴുത്തിനാണ് പിടിച്ചത്? പട്ടീനെ ഞങ്ങൾ അഴിച്ചു വിട്ടേക്കുവായിരുന്നു. അവിടെ ആ അകത്ത് പെരക്കാത്ത നമുക്ക് കിടക്കണത്. എന്നിട്ട് അവിടുന്ന് ആ കെഞ്ചേരക്കൊടി കിണറിന്റെ മുകളിൽ നിന്ന് കാപ്പിത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതിലൂടെ തന്നെ കയറി വന്നിട്ടാണ് പിടിക്കണത്. കണ്ടോ? ആ കണ്ടെന്നെ മോനും മോളും ഒക്കെ ജനല് തുറന്നപ്പം ഇവനൊക്കെ ആ ജനലൊക്കെ കൂടെ കണ്ടതിൽ ഇറങ്ങി ഇറങ്ങുമ്പോഴത്തേനും വേഗം ഇത് അവിടെ എല്ലാം തട്ടി ഉരുട്ടിയിട്ട് പട്ടി കരഞ്ഞോണ്ട് പട്ടി ഓടി പോയെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങിയപ്പോ എനിക്ക് അതൊന്നും അറിയില്ല കേട്ടോ. രാത്രി എങ്ങനെയാ ഒച്ച കേട്ടോ? പട്ടിയുടെ കരച്ചിൽ കേട്ടാ? പട്ടി ഇവിടെ പട്ടി
ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ജനലിൽ കൂടെ തുറന്ന് നോക്കിയപ്പോ ഈ കറണ്ട് ഇല്ലായിരുന്നു രാത്രി. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ടോർച്ച് എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് എടുക്കാൻ പറ്റിയില്ല. മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിയപ്പോ പുലി ഓടുന്ന കണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. അങ്ങനെ കാണാൻ പറ്റിയില്ല, എന്നാലും കണ്ടായിരുന്നു. ഒരു കറുത്ത കളറിൽ ഓടുന്ന കണ്ടായിരുന്നു. പട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. പട്ടി പിടിക്കുന്നതിന്റെ മുന്നേ ഭയങ്കര കരച്ചിലായിരുന്നു. പട്ടിന്റെ കഴുത്തിലൊക്കെ നഖം വെച്ചിട്ട് മാന്തിയ പാടുണ്ട്. പക്ഷെ ഇന്നലെ അവിടെ പുറത്തിരിക്കുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾ അവിടെ വാതിൽ തുറന്നപ്പോഴത്തേക്കും പട്ടി പേടിച്ചിട്ട് ഉള്ളിൽ കയറി, പിന്നെ ഇറങ്ങി പോവില്ല. ലാസ്റ്റ് അകത്ത് കടത്തി രാവിലെ ആയപ്പോ പുറത്തേക്ക് ഇറങ്ങുന്നില്ലായിരുന്നു. അവിടെ പേടിച്ചിരിക്കുന്നു. സംഭവം കാൽപ്പാടുണ്ടേ അവിടെ. ഇതവിടെ ഇവിടുന്നാണ് ചാടി വന്നത്. ഇവിടെ കൂടെ ചാടിയിട്ട് ഇവിടെ ഒക്കെ കാൽപ്പാട് വന്നു, ചെറുതായിട്ടുണ്ട്. ഇതെവിടെയൊക്കെ പട്ടി അവിടെ കിടക്കുന്ന കാൽപ്പാട് ഇതവിടെ മഴ പെയ്തിട്ട് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ പാടുണ്ടായിരുന്നു. പട്ടി ഇതവിടെ ഇതിന്റെ ആ ചാക്കിന്റെ മേലെ കിടക്കുകയായിരുന്നു. ഇവിടെ ഈ കിടാവിനെ കെട്ടിയിട്ടേക്കായിരുന്നു. പക്ഷെ ഇന്നലെ വൈകുന്നേരം ആയപ്പോ അതിന് ഇവിടെ നിന്ന് മാറ്റി അവിടേക്ക് ആക്കിയതായിരുന്നു. അതുകൊണ്ട് ആ കിടാവിനെ കണ്ടിട്ട് വന്നതാന്നാ തോന്നുന്നത്. പട്ടി കുറച്ച് അവിടേക്ക് ഓടി വന്നിട്ട് പട്ടി ഇവിടെ ചാടി അവിടേക്ക് പോയി. അവിടെ ജനലിന്റെ മുന്നിൽ കടന്നിട്ട് ഭയങ്കര കുരക്കലായിരുന്നു. അപ്പൊ ഞങ്ങള് ജനൽ കടന്നപ്പോ പട്ടീനെ പിടിക്കാൻ നിൽക്കായിരുന്നു. പിടിച്ചതും ഞങ്ങള് ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ അത് വിട്ടിട്ട് ഓടി, ഒറ്റ ഓട്ടം ഓടി. മഴ കാരണം കാൽപ്പാട് പോയിട്ട് ലൈറ്റ് ഇട്ട് വെക്കാറുണ്ടായിരുന്നു പുറത്ത്. അപ്പൊ കറണ്ട് ഇല്ലായിരുന്നു. പുലി കറണ്ട് ഉള്ളപ്പോ വരൂല, കറണ്ട് ഇല്ലാത്തപ്പോഴാണ് എപ്പോഴും വരും. ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് പുലി പട്ടീനെ പിടിച്ചത്. എന്നിട്ട് ഈ വാതിലിനിട്ട് തട്ടിന്നാട്ടോ പറഞ്ഞേ. ഏതായാലും ഇത്രത്തോളം ഭയങ്കര ഭീകരമായിട്ട് പാത്രമൊക്കെ തട്ടി മറിച്ചല്ലേ. പാത്രമൊക്കെ തട്ടി മറിച്ചു. ഭയങ്കര സൗണ്ടാ. ആണല്ലേ. ഇത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടാ ചാടിയ? ഓ, ഇങ്ങനെ ചാടിയിട്ട് അങ്ങോട്ട് പോയി? അങ്ങോട്ട് പോയി അല്ലേ പട്ടി? ആ ആണല്ലേ. ഈ പട്ടി ചാക്കിന്റെ പുറത്ത് കിടക്കുമായിരുന്നു പറഞ്ഞ. ഇവിടുന്ന് ഓടി പുലി പട്ടീനെ വിട്ടിട്ട് നേരെ ഇങ്ങോട്ടാ ഓടിയെന്ന് പറഞ്ഞത്. ഈ സൈക്കിളൊക്കെ മറിഞ്ഞു വീണോ? ഇതെവിടെയാ സൈക്കിൾ എവിടെയാ ഉണ്ടായിരുന്നത്? ഓ, അവിടുന്ന് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഓ, ഈ കാണുന്ന കാൽപ്പാടാണ്. പക്ഷെ അവിടെ വെള്ളം നിറഞ്ഞ് മുങ്ങിയേക്കോ കേട്ടോ. ഇവിടെ ഇത് കാൽപ്പാടായിരുന്നല്ലേ. അപ്പം നിങ്ങൾ കണ്ടല്ലോ പശുക്കിടാവിൻ്റെ കാര്യവും. അതുപോലെ തന്നെ ആ ഒരു ബൈക്ക് യാത്രക്കാരൻ പുലീനെ തട്ടി വീണ് ആ ഒരു ഇതൊക്കെ നമ്മൾ കാണുകയും അതുപോലെ തന്നെ കേൾക്കുകയും ഒക്കെ ചെയ്തു. പട്ടീനെയും പിടിച്ചിട്ടുണ്ട്. വളരെ ഭീകരമായ അവസ്ഥ തന്നെയാണ് ഇവിടെ തുടർന്നുകൊണ്ട് പോകുന്നത്. ഈ മേപ്പാടി മുപ്പൈനാട് ഭാഗത്ത് ഇതിന് മുന്നേ നമ്മൾ ഒരു പട്ടിക്കുഞ്ഞിനെ പിടിക്കാൻ പുലി ശ്രമിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിരുന്നു. അതൊക്കെ ഇവിടുന്ന് അധികം ദൂരമൊന്നും ഇല്ല, ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളാണ്. ഏതായാലും ഇതുപോലെയാണ്, വളരെ ഭീകരമായ അവസ്ഥ തന്നെയാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്.
എത്രയും പെട്ടെന്ന് ആ പുലിനെ പിടിക്കണം തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും ആവശ്യം. ഏതായാലും വന്യമൃഗശല്യത്തിന് ഒരു അറുതിയില്ല കേട്ടോ. ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങളും പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, ആനയായിട്ടും കടുവയായിട്ടും പുലിയായിട്ടും ഒക്കെ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.